വാഴത്തോപ്പ് പഞ്ചായത്തിൽ LDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച പ്രതിഷേധം നടത്തി. ഫണ്ട് വകമാറ്റവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗം രാഷ്ട്രീയ സംഘർഷത്തിനിടെ ബഹിഷ്കരിച്ച് പ്രതിഷേധവുമായി LDF അംഗങ്ങൾ രംഗത്ത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫണ്ടുകൾ പുതിയ ഭരണസമിതി വന്നതിന് പിന്നാലെ വകമാറ്റി ചെലവഴിച്ചെന്നും പല വികസന പദ്ധതികളും ഉപേക്ഷിച്ചെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. PM-MAY ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നടപടികളാണ് നിലവിലെ UDF ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. മണിയാറഞ്ഞൂടി ഓപ്പൺ ജിം, തടിയമ്പാട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം, ചെറുതോണി ടേക്ക് എ ബ്രേക്ക് പദ്ധതി, 10ാം വാർഡിലെ ശ്മശാനം എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പുതിയ ഭരണസമിതി അട്ടിമറിച്ചതായും പ്രതിപക്ഷ അംഗം സിജി ചാക്കോ ആരോപിച്ചു. ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാർഡിലെ പ്രോജക്റ്റുകളെല്ലാം മാറ്റിയപ്പോൾ, പ്രത്യേകിച്ചും തടിയമ്പാട്ട് ബസ് സ്റ്റാൻഡ്, ഗാന്ധിനഗറിലെ വീട് മെയിൻ്റനൻസ്, ചെറുതോണിയിലെ ടേക്ക് എ ബ്രേക്ക്, മണിയാറൻകുടിയിലെ ഓപ്പൺ ജിമ്മ്, പൈനാവിലെ ഏക്കർ സ്ഥലത്തിന്റെ മതില് കല്ലിട്ട് വേലി കെട്ടിത്തിരിക്കുന്നതിനുള്ള പൈസ, ഇങ്ങനെ DPR പൈസ, ഇങ്ങനെ ഉൾപ്പെടെയുള്ള പൈസകളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെ ഇവരത് മാറ്റി. മാറ്റിയിട്ട് ഈ പഞ്ചായത്ത് ഞങ്ങളെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളോട് നിരന്തരം കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. DPCക്ക് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ലിസ്റ്റിന്റെ കോപ്പി പോലും തരുന്നത്. എന്നാൽ ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് രംഗത്തെത്തി. പദ്ധതികളിലെ മാറ്റങ്ങളെല്ലാം LDF അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിലെ തീരുമാനപ്രകാരമാണെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പദ്ധതി നിർവഹണ ഓഫീസർമാരോടൊപ്പം ചേർന്നാണ് പദ്ധതികൾ പുനഃക്രമീകരിച്ചതെന്നും ഇതിന്റെ തെളിവായി യോഗ മിനിറ്റ്സ് രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്നും ആൻസി തോമസ് പറഞ്ഞു. പ്രതിപക്ഷ മെമ്പർമാര് നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ എല്ലാ കമ്മിറ്റികളിലും 13-14 പേര് പങ്കെടുത്ത മിനിറ്റ്സ് സഹിതം ഇവിടെയുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പോയതിന് ശേഷം ചെറുതോണി പാർട്ടി ഓഫീസിൽ പോയിരുന്ന് ചർച്ച ചെയ്തിട്ട് വന്നിരുന്ന് പ്രോജക്റ്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് പല സ്ഥലങ്ങളിലും നടപ്പിലാക്കാവുന്ന പദ്ധതികളായിരുന്നില്ല വെച്ചത്. തനതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെച്ച പദ്ധതികൾ നടപ്പിലാകില്ല. ഈ ദിവസങ്ങൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടില്ല, ഒരു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല, എഗ്രിമെന്റ് വച്ചിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിലെ ഫണ്ടുകൾ തിരിച്ചടയ്ക്കാതിരുന്നതിനെ തുടർന്ന് ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ ബാധ്യത പഞ്ചായത്തിനുണ്ടാക്കിയതായും പ്രസിഡന്റ് ആരോപിച്ചു. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഫണ്ട് ലാപ്സ് ആകാതിരിക്കാൻ പദ്ധതികൾ മാറ്റേണ്ടി വന്നതാണെന്നും പ്രസിഡന്റ് പറയുന്നു. അതേസമയം തങ്ങൾ പങ്കെടുത്ത യോഗങ്ങളിൽ ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്നും പിന്നീട് മിനിറ്റ്സിൽ ചേർത്തതാണെന്നും LDF അംഗങ്ങളായ പ്രഭാ തങ്കച്ചൻ, അമ്മിണി ജോസ്, രാജു കല്ലറയ്ക്കൽ, നൌഷാദ് ഇബ്രാഹിം എന്നിവർ ആരോപിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ ഭരണപ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സംഭവത്തിൽ വ്യക്തത വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ ഇടുക്കി.